മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ ചുമരുകൾ ഇടിഞ്ഞു തകർന്നു. ഉറങ്ങുകയായിരുന്ന ദമ്പതികൾ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. വാടനപ്പള്ളി ബീച്ച് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് സമീപം വടക്കൻ വീട്ടിൽ അയ്യപ്പന്റെ വീടിനാണ് നാശമുണ്ടായത്. ബുധനാഴ്ച രാത്രി 11:40ഓടെയായിരുന്നു സംഭവം. അയ്യപ്പനും ഭാര്യ രാധയും ഉറങ്ങുമ്പോഴാണ് ശക്തമായ കാറ്റിൽ സമീപത്തെ തെങ്ങ് കടപുഴകി ഷീറ്റുകൊണ്ട് മേഞ്ഞ വീടിന്റെ മുകളിലേക്ക് വീണത്. വീടിനുള്ളിലെ ഭിത്തിയും തൂണുകളും ഇടിഞ്ഞെങ്കിലും ഇവരുടെ ദേഹത്തേക്ക് വീണില്ല. ഭാഗ്യം കൊണ്ടാണ് ഇരുവരും രക്ഷപ്പെട്ടത്. ഇടിഞ്ഞ വീട് ഏതു നിമിഷവും നിലം പൊത്തുന്ന അവസ്ഥ വന്നതോടെ അയ്യപ്പനും ഭാര്യയും സമീപത്തെ സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. പഞ്ചായത്ത് ഫിഷറീസ് സ്കൂളിന്റെ പടിഞ്ഞാറൻ താമസിക്കുന്ന വടക്കൻ അയ്യപ്പന്റെ വീട് ഇന്നലെ രാത്രി 11:14 കാറ്റും മഴയും വന്നിട്ട് തെങ്ങും ഇടമറിഞ്ഞ് വീണ് വരമരക്ക് വീണ് വീടൊക്കെ തകർന്ന് നിൽക്കുന്നത്. സുരക്ഷിതമായി താമസിക്കാൻ വീട് ഇനി പൊളിച്ച് പുതുതായി നിർമ്മിക്കേണ്ട സ്ഥിതിയാണ്. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ ഷീന സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ വാടാനപ്പള്ളി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണി 11:00 കൂടിയിട്ടാണ് നല്ലൊരു കാറ്റ് വീശി അതിൻ്റെ ഭാഗമായിട്ടൊരു തെങ്ങ് ഒടിഞ്ഞ് വീടിന് മുകളിൽ വീഴുകയുണ്ടായത്. വലിയ രീതിയിൽ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വീട് എന്ന് പറയുന്നത് ഒരു ഷീറ്റ് മേഞ്ഞിട്ട് ഭിത്തി കെട്ടുള്ള വീടാണ്. ആ ഭിത്തി ഇടിഞ്ഞ് വീണു. അതിലൊരു അപകടം പറ്റാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഈ രണ്ടുപേരും TV കണ്ടിരുന്ന ആൾക്കാരോട് നിന്ന് മാറി. ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു അപകടം ഒഴിവായത്. ഇപ്പോൾ വ്യാപകമായിട്ട് ഈ കാറ്റ് വീശിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവർക്ക് ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ അവർക്ക് വേണ്ട നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് നമുക്ക് പറയാനുള്ളത്. വീട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇപ്പോൾ ചുമര് മുഴുവൻ ഇടിഞ്ഞ് മറഞ്ഞു കിടക്കുകയാണ്. മുകളിലെ ഷീറ്റും വീണ് തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ കുടുംബമാണ്, SC കുടുംബമാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു സഹായം കാര്യങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.